നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2 മാസത്തിനുള്ളിൽ അമേരിക്കയുടെ സാമ്പത്തിക ശേഷി വളരെ ദുർബലമാകും. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പെൻറ്റഗണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ബലം കുറയുന്ന സാഹചര്യം വരും. അതായത് ലോകശക്തിയെന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യമെന്നും വിളിപ്പേരുള്ള അമേരിക്ക അവരുടെ സാമ്പത്തിക ഭദ്രത ഞെരുക്കത്തിലാണ് എന്നുള്ള റിപ്പോർട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശം പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ്. മുൻപ് ഡൊണാൾഡ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മൈക്ക് പെൻസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ട്രംപ് വേളി പിടിച്ച ഒരു നേതാവാണ്. അയാൾ എന്താണ് ചെയ്യുക, അടുത്ത നിമിഷം എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അയാളെ വിശ്വസിച്ച് ആർക്കും ഒപ്പം നിൽക്കാനും കഴിയില്ല എന്ന് മൈക്ക് പെൻസ് മുൻപ് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. പണ്ട് US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ടിം മാറ്റിൻ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞൊരു ഡയലോഗുണ്ട്. സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, സ്വയം തകർച്ചയിലേക്ക് പോകുന്ന രാജ്യമാണ് എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്ക ആ രീതിയിലുള്ള സ്വയം നാശത്തിലേക്ക് കൂപ്പുകുത്താൻ വേണ്ടിയുള്ള ശ്രമമാണോ നടത്തി വരുന്നത് എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന പുതിയ രാഷ്ട്രീയ സഖ്യം അത് അമേരിക്കയ്ക്ക് ഏറെ ദോഷകരമാണ്. ഗുണം ചെയ്യില്ല എന്നുള്ളത് പോട്ടെ, ദോഷകരമാകുന്ന ഒരു ഘട്ടത്തിൽ പോലും അമേരിക്ക ഒരു പുനർവിചിന്തനം നടത്താൻ തയ്യാറാകുമ്പോൾ ഇസ്രയേൽ അതിനെയൊന്നും സമ്മതിക്കുന്നില്ല. ഇസ്രയേൽ വാസ്തവത്തിൽ അമേരിക്കയുടെ പുക കണ്ടേ അടങ്ങൂ എന്ന രീതിയിലാണ്. കാരണം അമേരിക്കയുടെ ഏകാധിപത്യ നടപടികളൊക്കെ നമുക്കറിയാം. പല രാജ്യങ്ങളിലെയും സമ്പത്ത് കൊള്ളയടിക്കാനും അവിടുത്തെ എണ്ണ ഊറ്റിയെടുക്കാനും നമുക്ക് പല സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തിയാൽ 2000-ന് ശേഷവും അമേരിക്ക തുടർന്നു വന്ന പാത നമുക്കറിയാം. എന്നാൽ അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടുന്ന സാഹചര്യങ്ങൾ വളരെ ചെറിയ ചെറിയ സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കപ്പെട്ടപ്പോൾ അമേരിക്ക ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടെടുത്ത ആ ഒരു സംഗതി, അതൊക്കെ അമേരിക്കയുടെ കണക്കൂട്ടലുകളെ തെറ്റിച്ചിട്ടുള്ള സാഹചര്യം തന്നെയാണെങ്കിലും ഇവിടെ അമേരിക്ക ഭീകരവാദി എന്ന് മുദ്ര കുത്തുന്ന, ചാപ്പ കുത്തിയ ഖമനേയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഖമനേയെ വധിച്ചതിന് ശേഷം അമേരിക്ക കലിതുള്ളി നിന്നപ്പോൾ വാസ്തവത്തിൽ നഷ്ടമാണ് അമേരിക്കയ്ക്ക് വന്നത്. GCC രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇറാൻ കയറി ആക്രമിച്ചതും ആ സമയത്ത് GCC രാജ്യങ്ങൾ ആകെ അന്തം വിട്ടു നിന്നതും ഒക്കെ നമുക്കറിയാം. നിസ്സഹായരായി പോയ അവസ്ഥയായത്. ഇസ്രായേൽ ഇവിടെ അടി എരന്നു വാങ്ങാനായി നിൽക്കുന്നവരാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ അവസരം പാർത്ത് നിൽക്കുക തന്നെയാണ്. ഏത് സമയത്താണ് ഇസ്രായേലിന് തിരിച്ചടി കിട്ടുക എന്നുള്ളത് കാലം തെളിയിക്കട്ടെ.